അപ്പം ഞാൻ ഇത് poolon എന്ന് പറഞ്ഞ മീൻ കറി വയ്ക്കുന്ന വീഡിയോ ആണ് ഇട്ടേക്കണത്. ഒരു വെറൈറ്റി രീതിയിലാണ് ഇത് കറി വയ്ക്കുന്നത്. അപ്പോൾ കുക്കറിലാണ് കേട്ടോ ഇതിൻ്റെ മസാലയൊക്കെ റെഡിയാക്കണത്. ഇങ്ങനെ ആരും റെഡിയാക്കിയിട്ടുണ്ടാവില്ല എന്നാണ് തോന്നണത്. അപ്പോൾ അതിലേക്ക് വെളിച്ചെണ്ണ ചൂടായതിന് ശേഷം അതിലേക്ക് ഉലുവ ഇട്ട് കൊടുക്കുകയാണ്. ഞാൻ അതിലേക്ക് ഇഞ്ചി, പച്ചമുളക്, സവാള, വെളുത്തുള്ളി ഇതൊക്കെ അരിഞ്ഞതും കറിവേപ്പിലൊക്കെ ഇട്ട് കുറച്ച് മഞ്ഞൾപ്പൊടി, ഉപ്പൊക്കെ ഇട്ട് വേവിച്ചെടുക്കുകയാണ്. ഇതിലേക്ക് നമുക്ക് മീനാവശ്യമായ പുളി, മുളക് പൊടിയൊക്കെ ഇട്ട് കൊടുക്കാൻ വേണമെങ്കിൽ, പക്ഷേ ഞാനങ്ങനെ ചെയ്യണില്ല. മുളക് പൊടി വേറെയാണ് ഇട്ട് കൊടുക്കുന്നത്. ഇത് ജസ്റ്റ് ഒന്ന് അധികം വാട്ടൊന്നും വേണ്ട, ഒന്നെല്ലാം കൂടി ഒന്ന് മിക്സായി നന്നായിട്ട് ചൂടായതിന് ശേഷം കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് കുക്കറിൻ്റെ മൂടി വെച്ചിട്ട് അടച്ച് പെട്ടെന്ന് ആവി വരുന്ന രീതിയിൽ വേവിച്ചെടുക്കണം. വെള്ളം അധികം ചേർക്കാത്തത് കൊണ്ട് പെട്ടെന്ന് ആവി പോകണം. അല്ലെങ്കിൽ സൈഡിൽ കൂടെയൊക്കെ ആവി പോയിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ വെള്ളമൊക്കെ പറ്റിയിട്ട് മസാല കരിഞ്ഞു പോകും കേട്ടോ. അപ്പോൾ നല്ലൊരു ഗ്രേവി കിട്ടും കറിക്ക്, തേങ്ങയൊന്നും അരക്കണ്ട. അപ്പോൾ ഞാൻ എൻ്റെ കുക്കറിൻ്റെ സൈഡിൽ കൂടെയൊക്കെ ആവി പോവും പെട്ടെന്ന്, അതുകൊണ്ട് ഞാൻ നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് പിടിക്കുകയാണ്. അപ്പോൾ മൂടി അടച്ച് അപ്പം തന്നെ അതിൻ്റെ ആവി കയറണം കേട്ടോ, പെട്ടെന്ന് വിസിൽ പോകണം. അപ്പം ഒരു വിസിൽ പോയതിന് ശേഷം 1 മിനിറ്റ് സിമ്മിലിട്ട് വേവിക്കുക, അല്ലെങ്കിൽ 2-3 വിസിൽ അടുപ്പിച്ച് പോയതിന് ശേഷം ഓഫ് ചെയ്യുക ചെയ്യാം കേട്ടോ. ഞാനൊരു മൺകലം വെച്ചിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചെടുത്തിട്ട് അതിലേക്ക് പുളി, ഉപ്പും മുളക് പൊടിയൊക്കെ ഇട്ട് കൊടുക്കണ്ട കേട്ടോ. ഇത് വേണമെങ്കിൽ കുക്കറിൽ മസാലയുടെ ഒപ്പം തന്നെ ഇട്ട് കൊടുക്കുക, പക്ഷേ ഞാൻ ഇങ്ങനെയാണ് ഇട്ട് കൊടുക്കണേ. എങ്ങനെ വെച്ചാലും കുഴപ്പമില്ല. കുക്കറിൽ ഒരുമിച്ച് ഇടുമ്പോൾ അതിന് വേറൊരു ടേസ്റ്റ് ഉണ്ടാവും, ഇങ്ങനെ വയ്ക്കുമ്പോൾ അതിന് വേറൊരു ടേസ്റ്റ് ഉണ്ടാവും. അത്രയേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഇത് നന്നായിട്ട് തിളച്ചാൽ കഴിഞ്ഞ് കഴിയുമ്പോൾ നമ്മൾ കുക്കറിൽ വെന്ത മസാല നന്നായിട്ടൊന്ന് ഒരു കയ്യിൽ വെച്ചിട്ട് ഉടച്ചെടുത്തിട്ട് ഇതിലേക്ക് ഒഴിച്ചെടുക്കാം കേട്ടോ. അല്ലെങ്കിൽ ഇതിൻ്റെ ചൂടാറി കഴിയുമ്പോൾ മിക്സിയിലിട്ടൊന്ന് അടിച്ചിട്ട് ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കണമെങ്കിൽ ഒഴിച്ച് കൊടുക്കുക. അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്യണമെങ്കിൽ ഇതിൻ്റെ ചൂടാറണം. അപ്പോൾ കുറച്ചും കൂടി എളുപ്പമാണ്. ഇതേപോലെ കയ്യിൽ വെച്ചിട്ട് നന്നായിട്ട് ഒടിച്ച് കൊടുത്തിട്ട് നമ്മൾ മുളക് ചാറിലേക്ക് ഒഴിച്ച് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ തേങ്ങ അരയ്ക്കാൻ വേണ്ട, നല്ല ഗ്രേവിയോട് കൂടിയ മുളക് ചാറുമായി ഒരു പ്രത്യേക ടേസ്റ്റുമാണ് കേട്ടോ. poolon പോലത്തെ മീനൊക്കെ ഇങ്ങനെ കറി വയ്ക്കുന്നതാണ് ടേസ്റ്റ്. ഇനി മസാലയൊക്കെ ഇട്ട് നന്നായിട്ട് തിളച്ച് കഴിഞ്ഞ് കഴിയുമ്പോൾ അതിലേക്ക് poolon ഇട്ട് കൊടുക്കുക. poolon അല്ല വേറെ ഏത് മീനും ഇങ്ങനെ വയ്ക്കാം കേട്ടോ. എന്നിട്ട് മീനൊക്കെ ഇട്ട് നന്നായിട്ട് തിളച്ചതിന് ശേഷം ചെറിയ തീയിലിട്ടൊന്ന് തിളപ്പിക്കുക. അപ്പം നമ്മൾ മീനിൻ്റെ നെയ്യും നമ്മൾ നേരത്തെ ഒഴിച്ചെടുത്ത വെളിച്ചെണ്ണയൊക്കെ തെളിഞ്ഞ് നന്നായിട്ട് വരികയും ചെയ്യും. മീനും വെന്തിട്ടുണ്ടാവും കേട്ടോ. അപ്പോൾ റെസിപ്പി ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക കേട്ടോ. നല്ല അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ മുളക് ചാറ് വയ്ക്കുമ്പോൾ ഇതേപോലെ ഒന്ന് മുളക് ചാറ് വെച്ച് നോക്കുക. വെറുതെ മുളക് പൊടി മാത്രം ഇട്ട് വയ്ക്കണ്ട കേട്ടോ, നല്ല സൂപ്പർ ടേസ്റ്റാണിത്. അപ്പോൾ ഞാനിത് poolon തേങ്ങ അരച്ചും കറി വെച്ചു. അപ്പോൾ തേങ്ങ അരച്ച് കറി വെച്ചിട്ട് അത്ര ടേസ്റ്റ് ഉണ്ടായില്ല കേട്ടോ. ഇങ്ങനെ വെച്ചപ്പോഴാണ് കൂടുതൽ ടേസ്റ്റ് തോന്നിയത്. അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ. ഇതിൻ്റെ ലാസ്റ്റ് ഞാൻ തേങ്ങ അരച്ച് വെച്ചൊരു വീഡിയോ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അത്രയും ടേസ്റ്റ് അങ്ങോട്ട് തോന്നിയില്ല. ഇങ്ങനെ വെച്ചിട്ടാണ് കൂടുതൽ ടേസ്റ്റ്. Konsep dia dari